Hi friends, welcome to Jaya's Recipes. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലി കൊണ്ടുള്ള ഒരു വെറൈറ്റി ഇഡ്ഡലി ചില്ലി ഫ്രൈ ആണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ചില്ലി ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു 7-8 ഇഡ്ഡലി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഡ്ഡലി ഇതുപോലെ ഇങ്ങനെ നുറുക്കണം. ഇത് നമ്മൾ കത്തി കൊണ്ട് നുറുക്കരുത് കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ, നമ്മൾ ഇഡ്ഡലി കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനേ പാടുള്ളൂ. അതെന്തിനാ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ ഉള്ളിലേക്ക് ആ മസാല പോകണമെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചിടണം. അപ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പോവുക. പിന്നെ വലിയ വലിയ കഷ്ണങ്ങളാക്കരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമായിരിക്കും എപ്പോഴും ടേസ്റ്റ്. ആ മസാല നന്നായിട്ട് അതിലേക്ക് പിടിക്കുള്ളൂ. നമ്മൾ സാധാരണ എപ്പോഴും ഇഡ്ഡലി ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലി കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്താക്കാൻ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്കിതിങ്ങനെ ഡ്രൈ ആയിട്ട് ആവുമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ചട്നി കൂട്ടി കഴിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ദിവസം നമുക്ക് ചട്നി ഉണ്ടാക്കണം മടിയൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇഡ്ഡലി എക്സ്ട്രാ കൂടുതൽ വന്നു വിചാരിക്കുക, അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല, ശരിക്കും അങ്ങനെ പൊന്തി വരില്ല, ഫ്ലഫി ആവില്ല, അങ്ങനെ ചിലപ്പോൾ അങ്ങനെ കല്ല് പോലെയൊക്കെ കിടക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ അത് നമുക്ക് കളയരുത് ഒരിക്കലും, ഭക്ഷണമല്ലേ. അപ്പോൾ നമ്മളത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ഉപ്മാവ് പോലെയൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് കളയാതെ കഴിക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്, 5 മിനിറ്റ് മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതാ കടായി ചൂടാക്കിയിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എണ്ണയുടെ അളവ് അവനവന് നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര ഒഴിക്കുക. എണ്ണയുടെ അളവ് ഞാൻ പറയാറില്ല ഒരിക്കലും, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എണ്ണ യൂസ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1-2 സ്പൂണ് നിലക്കടല ചേർക്കുന്നുണ്ട്. അതൊന്നും ഇതിൽ ഫ്രൈ ആയിക്കോട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇനി ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീനായി, കാർബോഹൈഡ്രേറ്റ്സ് ആയി, പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് വെച്ച വൈറ്റമിൻസും ആയി. അപ്പോൾ എല്ലാം ആയി. അപ്പോൾ ഒരു ഹോൾ മീൽ തന്നെ ആവും. ഇതിലേക്ക് ഇതിപ്പോൾ നിലക്കടല നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ഒന്നിങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നല്ല മൂക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനൊരു റോ ടേസ്റ്റ് വരും. നിലക്കടലയ്ക്ക് ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഒരു 1-1.5 സ്പൂൺ ഉഴുന്നുപരിപ്പ്. കടുക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ജീരകം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിനൊക്കെ ലേശം കൂടി കൂടുതലായിട്ട് ജീരകം ചേർക്കാം കേട്ടോ. നല്ല ജീരകം, ചെറിയ ജീരകം നല്ല ജീരകം പറയില്ലേ, എനിക്ക് വെറും ജീരകം എന്ന് പറഞ്ഞിട്ടാണ് ശീലം. ഞാൻ ഈ ജീരകം എന്ന് പറയണത് നല്ല ജീരകത്തിനാണ് കേട്ടോ. മറ്റേതിന് പെരുംജീരകം എന്നാണ് ഞങ്ങളൊക്കെ പറയുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ സവാള ചേർക്കണം. ഞാൻ 2 വലിയ സവാള കേട്ടോ. ആ മസാലയൊക്കെ കുറച്ച് കൂടുതൽ അങ്ങനെ നന്നായിട്ട് അതിനെ പിടിക്കണമെങ്കിൽ സവാളയുടെ അളവ് കുറച്ച് കൂടുതൽ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷെ സവാള നല്ല ഇട്ടാലാണ് കേട്ടോ അതിന് ആ ടേസ്റ്റ് കിട്ടുക. ഞാൻ 2 വലിയ സവാള, പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടു, പച്ചമുളക്, സവാള, കറിവേപ്പില ഇതെല്ലാം ഇട്ടു. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, എന്നാൽ പെട്ടെന്ന് വാടി കിട്ടും. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എത്രയായാലും ആ ഉപ്പ് മതിയാവുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് എന്തായാലും ചേർക്കേണ്ടി വരും. അപ്പോൾ ഉപ്പ് ഞാൻ ഇപ്പോഴേ അത് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് നോക്കാം, അവസാനം വേണ്ട പോലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വാടി വരണം.
സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലേശം കുട്ടികൾക്ക് അറിയാത്ത ലേശം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാറ്റിലും ക്യാരറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് വളരെ കരോട്ടിനും ഇതൊക്കെ ഉള്ള കുറേ ഉള്ളതാണ്. അപ്പോൾ വളരെ നല്ലതാണ് ഇത്. കുട്ടികൾ കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഹീമോഗ്ലോബിൻ കൂടാനും ക്യാരറ്റ് വളരെ നല്ലതാണ്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് കായം ചേർക്കുന്നുണ്ട്. കായം നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായല്ലേ, അതിൻ്റെ പൊടി ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ല, അതാണ് ചേർക്കുന്നത്. ഇത് അധികം ആവരുത് കേട്ടോ, ഒരു നുള്ള്. ആ ഫ്ലേവർ ഇതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണത്. ഇത് നിങ്ങൾക്ക് നല്ലെണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ, നല്ലെണ്ണയിലും ടേസ്റ്റ് ഉണ്ടാവും. അതാ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ അങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ പോലെ അങ്ങനെ നോക്കണ്ട കേട്ടോ, അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് കുറയും. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ലൊരു കളറൊക്കെ കിട്ടും. നമ്മൾ ഇത്രയേ ഉള്ളൂ പൊടികളൊക്കെ. ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. പിന്നെ നമ്മൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചേ ചേർത്തുള്ളൂ, എനിക്ക് ആവശ്യമുള്ള ചേർത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മൾ ദോശ ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും. ദോശയും ഇങ്ങനെ കളയാതെ നമുക്ക് ദോശ കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഇഡ്ഡലി ചേർക്കുന്നതിന് പകരം അവിടെ ദോശ ചേർത്താൽ മതി. ലേശം കൂടി ചില്ലി പൗഡർ, മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറാണ്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലുള്ള കാശ്മീരി ചില്ലി പൗഡർ നല്ല സാമാന്യം നല്ല എരിവുള്ളതാണ്. മുന്നേയൊക്കെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ എല്ലാം കോരി ഇട്ടായിരുന്നു. ഇപ്പം എനിക്കത് പറ്റില്ല. അത് കാരണം ഞാൻ നോക്കിയിട്ടാണ് ഇടുന്നുള്ളൂ. ഭയങ്കര എരിവുണ്ട്. നമുക്കിതിലേക്ക് പൊട്ടിച്ച് വെച്ച ഈ ഇതാക്കി വെച്ച ഇഡ്ഡലി അങ്ങോട്ട് ചേർക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് അങ്ങനെ യോജിപ്പിക്കുക. ഉള്ളി എത്ര ചേർത്താലും ഇതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. ചെറിയ ഉള്ളിയും ചേർക്കാം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ആകുമ്പോൾ കുറേ അരിഞ്ഞുണ്ടാക്കണം, ആ ഒരു ഇതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടും ചേർക്കാം. പിന്നെ ഇഡ്ഡലി ചെറിയ കഷ്ണങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എന്നാലാണ് ആ മസാലയിൽ പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ കഷ്ണങ്ങളായി അതിന് അത്ര ഒരു സ്വാദ് കിട്ടില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകണ അറിയോ? ഒരു ലേശം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ലേശം മതി, കുറേ ഉള്ള വെള്ളം ഒന്നും എടുത്ത് ഒഴിക്കരുത് കേട്ടോ. അതെന്തിനറിയോ? ഈ മസാല ശരിക്കും ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ മസാല നന്നായിട്ട് പിടിക്കും, പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഒരു യോജിപ്പ് കിട്ടും. നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത്. ഇപ്പം ലൈറ്റ് ഇതിലുണ്ടാവില്ല, ഫ്ലാഷ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ലൈറ്റ് കുറച്ച് കുറവായിരിക്കും. ഞാൻ ഇതിൽ അവസാനമായിട്ട് ലേശം ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഇത് ചെറിയൊരു സ്പൂണാണ് കേട്ടോ. ഇത് പക്ഷെ ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. നല്ല പുളിയുള്ള ഇഡ്ഡലി, മാവ് കൊണ്ടുള്ള ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം അത്ര ഉണ്ടാവില്ല. പക്ഷെ പുളി കുറഞ്ഞ ഇഡ്ഡലിയൊക്കെയാണ് വിചാരിക്കുക, അപ്പോൾ ഇത് ലേശം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെമൺ ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ചൂടുകാലമൊക്കെയാണ് ഇവിടെ, അപ്പോൾ എപ്പോഴും ചെറുനാരങ്ങ വെള്ളമൊക്കെ കുടിക്കേണ്ടി വരില്ലേ, ആ ഒരു ഇതിന് അങ്ങനെ ഉണ്ടാക്കി വെക്കും.
അപ്പോൾ നമ്മുടെ സൂപ്പർ കിടിലൻ ഇഡ്ഡലി ചില്ലി ഫ്രൈ ഒക്കെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് വേറൊരു ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.